ശാന്തി 3-2-25 പ്രഭാതമുരളി ബാഗ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാവാകുന്ന ജ്യോതിയിൽ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും നെയ്യ് ഒഴിക്കൂ. അപ്പോൾ ജ്യോതി തെളിഞ്ഞിരിക്കും. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും കോൺട്രാസ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ചോദ്യം: ബാബയുടെ കാര്യം പ്രേരണയിലൂടെ നടക്കുവാൻ കഴിയില്ല. ആ ഒന്നിന് ഇവിടെ വരേണ്ടി തന്നെ വരും. എന്തുകൊണ്ട്? ഉത്തരം: കാരണം മനുഷ്യരുടെ ബുദ്ധി തീർത്തും തമോപ്രധാനമാണ്. തമോപ്രധാന ബുദ്ധിക്ക് പ്രേരണയെ ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല. ബാബ വരുന്നുണ്ട്. അതിനാലാണ് ആകാശസിംഹാസനം ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത്. ഗീതം: ആകാശസിംഹാസനം ഉപേക്ഷിക്കൂ. ഓം ശാന്തി. ഭക്തരാണ് ഈ ഗീതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എത്ര നല്ലതാണ്. ആകാശസിംഹാസനം ഉപേക്ഷിച്ച് വരൂ എന്ന് പറയുന്നു. ഇപ്പോൾ ആകാശം ഇതാണ്. ഇത് വസിക്കുന്ന സ്ഥാനമാണ്. ആകാശത്തിൽ നിന്നും ഒരു വസ്തുവും വരുന്നില്ല. ആകാശസിംഹാസനം എന്ന് പറയുന്നു. ആകാശതത്വത്തിൽ നിങ്ങൾ വസിക്കുന്നു. ബാബ മഹത്തത്വത്തിൽ വസിക്കുന്നു. അതിനെ ബ്രഹ്മം അല്ലെങ്കിൽ മഹത്തത്വം എന്ന് പറയുന്നു. അവിടെ ആത്മാക്കൾ നിവസിക്കുന്നു. ബാബ തീർച്ചയായും അവിടെ നിന്നും വരും. ഒരാൾ വരുമല്ലോ. വന്ന് നമ്മുടെ ജ്യോതി തെളിയിക്കൂ എന്ന് പറയുന്നു. ഒന്നാമത്തേതാണ് അന്ധൻ്റെ സന്താനം അന്ധൻ. രണ്ടാമത്തേതാണ് കാഴ്ചയുള്ളവൻ്റെ സന്താനം കാഴ്ചയുള്ളവൻ എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരൻ എന്ന പേര് കാണിക്കുന്നു. ഇപ്പോൾ ഇതാണെങ്കിൽ രാവണൻ്റെ സന്താനമാണ്. മായയാകുന്ന രാവണനാണല്ലോ. എല്ലാവരുടെയും രാവണ ബുദ്ധിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ ബുദ്ധിയാണ്. ബാബ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു. രാവണൻ പൂട്ട് പൂട്ടുന്നു. ആരെങ്കിലും ഏതെങ്കിലും കാര്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇത് കല്ല് ബുദ്ധിയാണ് എന്ന് പറയുന്നു. ബാബ ഒന്ന് ഇവിടെ ജ്യോതി തെളിയിക്കുമല്ലോ. പ്രേരണയിലൂടെ കാര്യം നടക്കുകയൊന്നുമില്ല. ആത്മാവ് സദോ പ്രധാനമായിരുന്നു. അതിൻ്റെ ശക്തി ഇപ്പോൾ കുറഞ്ഞു പോയിരിക്കുന്നു. തമോ പ്രധാനമായിരിക്കുന്നു. പൂർണ്ണമായും സംഘർഷം ഉള്ളതായിരിക്കുകയാണ്. മനുഷ്യർ ആരെങ്കിലും മരിക്കുമ്പോൾ അവർക്ക് ദീപം തെളിയിക്കുന്നു. ഇപ്പോൾ ദീപം എന്തുകൊണ്ട് തെളിയിക്കുന്നു? ജ്യോതി അണഞ്ഞു പോകുന്നതിലൂടെ അന്ധകാരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനാൽ ജ്യോതി തെളിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ ജ്യോതി തെളിയിക്കുന്നതിലൂടെ അവിടെ എങ്ങനെയാണ് പ്രകാശം ഉണ്ടാവുക? ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സെൻസിബിൾ ബുദ്ധിയുള്ളവരാകുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വച്ഛ ബുദ്ധിയാക്കി മാറ്റുന്നു. ജ്ഞാനത്തിൻ്റെ നെയ്യ് ഒഴിക്കുന്നു. ഇതും മനസ്സിലാക്കിക്കേണ്ട കാര്യമാണ്. ജ്ഞാനവും യോഗവും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. യോഗത്തെ ജ്ഞാനം എന്ന് പറയില്ല. ഭഗവാൻ വന്ന് എന്നെ ഓർമ്മിക്കൂ എന്ന ജ്ഞാനവും നൽകിയിട്ടുണ്ടല്ലോ എന്ന് ചിലർ കരുതുന്നു. എന്നാൽ ഇതിനെ ജ്ഞാനം എന്ന് പറയില്ല. ഇതാകട്ടെ പിതാവും കുട്ടികളുമാണ്. കുട്ടികൾക്കറിയാം ഇത് നമ്മുടെ ബാബയാണ്. ഇതിൽ ജ്ഞാനത്തിൻ്റെ കാര്യം എന്ന് പറയില്ല. ജ്ഞാനം വിസ്താരമാണ്. ഇതാണെങ്കിൽ കേവലം ഓർമ്മയാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഇത് കോമൺ കാര്യമാണ്. ഇതിനെ ജ്ഞാനം എന്ന് പറയില്ല. കുട്ടി ജന്മമെടുത്തു. അപ്പോൾ തീർച്ചയായും പിതാവിനെ ഓർമ്മിക്കുമല്ലോ. ജ്ഞാനത്തിന് വിസ്താരമുണ്ട്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇത് ജ്ഞാനം ആയില്ല. നിങ്ങൾ സ്വയം അറിയുന്നുണ്ട് ഞാൻ ആത്മാവാണ്. നമ്മുടെ പിതാവ് പരമാത്മാവായ പരമാത്മാവാണ്. ഇതിനെ ജ്ഞാനം എന്ന് പറയുമോ? ബാബയെ വിളിക്കുന്നു. ജ്ഞാനം നോളജാണ്. ഇതുപോലെ ചിലർ MAക്ക് പഠിക്കുന്നു.
ചിലർ BAക്ക് പഠിക്കുന്നു. എത്ര അനേകം പുസ്തകങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടികളാണല്ലോ, ഞാൻ നിങ്ങളുടെ പിതാവാണ്. എന്നോട് മാത്രം യോഗം യോജിപ്പിക്കൂ, അതായത് ഓർമ്മിക്കൂ. ഇതിനെ ജ്ഞാനം എന്ന് പറയില്ല. നിങ്ങൾ കുട്ടികൾ തന്നെയാണ്. ആത്മാക്കളായ നിങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ ആത്മാവിനെ വിളിക്കുന്നു. ഇപ്പോൾ ആ ശരീരം ഇല്ലാതായിപ്പോയി. ആത്മാവ് ഭോജനം എങ്ങനെ കഴിക്കും? ഭക്ഷണം ഏതായാലും ബ്രാഹ്മണൻ കഴിക്കും. എന്നാൽ ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സമ്പ്രദായമാണ്. നമ്മൾ പറയുന്നത് കൊണ്ട് ഭക്തിമാർഗം നിലച്ചു പോവുകയൊന്നുമില്ല, അത് തുടർന്ന് തന്നെ വരുന്നു. ആത്മാവാണെങ്കിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും കോൺട്രാസ്റ്റ് സ്പഷ്ടമാകണം. ബാബ എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നത് ജ്ഞാനം അല്ല. ഇത് ബാബ ഡയറക്ഷൻ നൽകുന്നതാണ്. ഇതിനെ യോഗം എന്ന് പറയുന്നു. ജ്ഞാനമാണ് സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്നതിൻ്റെ നോളജ്. യോഗം എന്നാൽ ഓർമ്മ. കുട്ടികളുടെ കടമയാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. അത് ലൗകികമാണ്, ഇത് പാരലൗകികമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ജ്ഞാനം വേറെ വസ്തുവായി. കുട്ടിയോട് പിതാവിനെ ഓർമ്മിക്കൂ എന്ന് പറയേണ്ടി വരുമോ? ലൗകിക പിതാവ് ജനിക്കുമ്പോൾ തന്നെ ഓർമ്മയുണ്ടായിരിക്കും. ഇവിടെ ബാബയുടെ ഓർമ്മ വരുത്തേണ്ടി വരുന്നു. ഇതിൽ പ്രയത്നം തോന്നുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത് വളരെ പ്രയത്നമുള്ള കാര്യമാണ്. അതിനാൽ ബാബ പറയുന്നു, യോഗത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല. കുട്ടികൾ എഴുതുന്നു, ബാബ ഓർമ്മ മറന്നു പോകുന്നു. ജ്ഞാനം മറന്നു പോകുന്നു എന്ന് പറയാറില്ല. ജ്ഞാനം വളരെ സഹജമാണ്. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയുകയില്ല. ഇതിൽ മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ജ്ഞാനത്തിൽ ആരെങ്കിലും വളരെ തീവ്രമാണെങ്കിൽ, മുരളി നന്നായി വായിക്കുകയാണെങ്കിലും ബാബ ചോദിക്കുന്നു, ഓർമ്മയുടെ ചാർട്ട് എടുക്കൂ. എത്ര സമയം ഓർമ്മിക്കുന്നുണ്ട്? ബാബയ്ക്ക് ഓർമ്മയുടെ ചാർട്ട് യഥാർത്ഥ രീതിയിൽ ഉണ്ടാക്കി കാണിക്കൂ. ഓർമ്മയുടേത് തന്നെയാണ് മുഖ്യ കാര്യം. പതിതർ തന്നെയാണ് വിളിക്കുന്നത്, വന്ന് പാവനമാക്കൂ. മുഖ്യമായത് പാവനമാകുന്നതിൻ്റെ കാര്യമാണ്. ഇതിൽ തന്നെയാണ് മായയുടെ വിഘ്നം ഉണ്ടാകുന്നത്. ശിവഭഗവാൻ ഉവാച, ഓർമ്മയിൽ എല്ലാവരും വളരെ അപക്വമാണ്. നല്ല നല്ല കുട്ടികളും മുരളി വളരെ നന്നായി വായിക്കുന്നു. പക്ഷേ ഓർമ്മയിൽ തീർത്തും ദുർബലമാണ്. യോഗത്തിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. യോഗത്തിലൂടെ മാത്രമേ കർമ്മേന്ദ്രിയങ്ങൾ തീർത്തും ശാന്തമാവുകയുള്ളൂ. ഒരു ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. ഏതെങ്കിലും ദേഹം പോലും ഓർമ്മ വരരുത്. ആത്മാവിനറിയാം, ഈ മുഴുവൻ ലോകവും ഇല്ലാതാകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ രാജധാനിയിൽ വരും. ഇത് സദാ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതൊരു ജ്ഞാനം ലഭിക്കുന്നുവോ അത് ആത്മാവിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ യോഗേശ്വരനാണ്. ആ ഒന്ന് ഓർമ്മ പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈശ്വരനെ യോഗേശ്വരൻ എന്ന് പറയില്ല. നിങ്ങൾ യോഗേശ്വരനാണ്. ഈശ്വരനാകുന്ന ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ ഓർമ്മ പഠിപ്പിക്കുന്നവൻ ഈശ്വരനാകുന്ന പിതാവാണ്. ആ നിരാകാരനായ പിതാവ് ശരീരത്തിലൂടെ കേൾപ്പിക്കുന്നു. കുട്ടികളും ശരീരത്തിലൂടെ കേൾക്കുന്നു. പലരും യോഗത്തിൽ വളരെ അപക്വമാണ്, ദുർബലരാണ്. തീർത്തും ഓർമ്മിക്കുന്നതേയില്ല. ജന്മജന്മാന്തരങ്ങളിലെ ഏതെല്ലാം പാപമുണ്ടോ എല്ലാത്തിൻ്റെയും ശിക്ഷ അനുഭവിക്കും. ഇവിടെ വന്ന് ആരാണോ പാപം ചെയ്യുന്നത് അവരാണെങ്കിൽ ഇനിയും 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കും. ജ്ഞാനം വളരെയധികം ചിലച്ചുകൊണ്ടിരിക്കുന്നു. യോഗം തീർത്തുമില്ല. അത് കാരണം പാപം ഭസ്മമാകുന്നില്ല, അപക്വമായി തന്നെ അവശേഷിച്ചു പോകുന്നു. അതിനാൽ
സത്യസത്യമായ മാല 8-ൻ്റേതായിരിക്കും ഉള്ളത്. നവരത്നങ്ങൾ എന്ന് പാടപ്പെടുന്നു. 108 രത്നങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 108 രത്നങ്ങളുടെ ഏതെങ്കിലും വസ്തു ഉണ്ടാക്കുന്നില്ല. ധാരാളം പേരുണ്ട്, അവർ ഈ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയുകയില്ല. ജ്ഞാനം എന്ന് സൃഷ്ടിചക്രത്തെയാണ് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ ജ്ഞാനം ഇല്ല. അത് ഭക്തിമാർഗത്തിൻ്റെ ശാസ്ത്രമാണ്. ബാബ സ്വയം പറയുന്നു, എന്നെ ഇതിലൂടെ ലഭിക്കുന്നില്ല. സന്യാസിമാർ തുടങ്ങി സർവരെയും ഉദ്ധരിക്കുന്നതിനു വേണ്ടി ഞാൻ വരുന്നു. അവർ വിചാരിക്കുന്നു ബ്രഹ്മത്തിൽ ലീനമാകുമെന്ന്. പിന്നെ ജലത്തിൻ്റെ കുമിളകളുടെ ഉദാഹരണം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ബാബയുടെ സന്താനങ്ങളാണ്. എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന വാക്കും പറയുന്നു, പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഞാൻ ആത്മാവാണ് എന്ന് പറയുന്നു, പക്ഷേ ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്? ഈ ജ്ഞാനം തീർത്തുമില്ല. ഇത് ബാബ തന്നെയാണ് വന്ന് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ആത്മാക്കളുടെ വീട് അതാണ്. അവിടെ മുഴുവൻ വംശാവലിയുമുണ്ട്. ഓരോ ആത്മാവിനും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. സുഖം ആര് നൽകുന്നു? ദുഃഖം ആര് നൽകുന്നു? ഇതും ആർക്കും അറിയില്ല. ഭക്തിയാണ് രാത്രി, ജ്ഞാനമാണ് പകൽ. 63 ജന്മം നിങ്ങൾ തിക്കും തിരക്കും കൊള്ളുന്നു, പിന്നെ ജ്ഞാനം നൽകുന്നു. അപ്പോൾ എത്ര സമയം എടുക്കുന്നു? സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പിതാവാണല്ലോ. ആ ഒന്ന് പതീത പാവനാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമായി മാറും. സത്യയുഗം, ത്രേത, ദ്വാപരം, കലിയുഗം, ഇത് ചക്രമാണ്. പേരും അറിയുന്നുണ്ട്, പക്ഷേ ഈ വിധം കല്ലുബുദ്ധിയാണ്. ടൈമിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഘോര കലിയുഗമാണ് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. അഥവാ കലിയുഗം ഇപ്പോഴും തുടരുകയാണെങ്കിൽ ഘോര അന്ധകാരമുണ്ടാകും. അതിനാൽ കുംഭകർണൻ്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വിനാശം ഉണ്ടാവുകയും ചെയ്തു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അല്പമെങ്കിലും ജ്ഞാനം കേൾക്കുകയാണെങ്കിൽ പ്രജയായി മാറുന്നു. ഈ ലക്ഷ്മി നാരായണൻ എവിടെ? പ്രജ എവിടെ? പഠിപ്പിക്കുന്നവൻ ഒന്നു തന്നെയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഭാഗ്യമാണ്. ചിലരാണെങ്കിൽ സ്കോളർഷിപ്പ് നേടുന്നു, ചിലർ ഫെയിലായി പോകുന്നു. രാമന് ബാണത്തിൻ്റെ അടയാളം എന്തുകൊണ്ട് നൽകിയിരിക്കുന്നു? കാരണം തോറ്റു. ഇതും ഗീതാ പാഠശാലയാണ്. ചിലരാണെങ്കിൽ അല്പം പോലും മാർക്ക് നേടാൻ യോഗ്യമല്ല. ഞാൻ ആത്മാവ് ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. ഇങ്ങനെ ആ ഒന്നിനെ ഓർമ്മിക്കണം. ആര് ഈ കാര്യം മനസ്സിലാക്കുന്നത് പോലുമില്ലയോ, അവർ എന്ത് പദവി നേടും? ഓർമ്മയിൽ ഇരിക്കാത്തതിലൂടെ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. ഓർമ്മയുടെ ബലം വളരെയധികം അതിശയം ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങൾ തീർത്തും ശാന്തവും ശീതളവുമാകുന്നു. ജ്ഞാനത്തിലൂടെ ശാന്തി ഉണ്ടാവുകയില്ല. യോഗത്തിൻ്റെ ബലത്തിലൂടെയാണ് ശാന്തി ഉണ്ടാകുന്നത്. ഭാരതവാസികൾ വിളിക്കുന്നു, വന്ന് നമ്മളെ ആ ഗീതയുടെ ജ്ഞാനം കേൾപ്പിക്കൂ. ഇപ്പോൾ ആരാണ് വരിക? ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. ആരെയാണോ വിളിക്കുന്നത്, ആ ഒന്ന് ഏതെങ്കിലും സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല. നമ്മൾ ക്രൈസ്റ്റിൻ്റെ ആത്മാവിനെ ഓർമ്മിക്കുന്നു എന്ന് അഥവാ ആരെങ്കിലും പറയുകയാണെങ്കിൽ, ക്രൈസ്റ്റ് ഇവിടെ തന്നെയുണ്ട്, ക്രൈസ്റ്റിൻ്റെ സോൾ ഇവിടെ തന്നെ ഉണ്ടെന്നും തിരികെ പോകാൻ സാധിക്കുകയില്ലെന്നും അവർക്ക് എന്തറിയാം? ആദ്യ നമ്പറിലെ ലക്ഷ്മി നാരായണന് തന്നെ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ തിരികെ പോകാൻ സാധിക്കും? ഇതെല്ലാം കണക്കാണല്ലോ. മനുഷ്യർ എന്തെല്ലാം പറയുന്നുവോ അത് അസത്യമാണ്. പകുതി കൽപ്പം അസത്യഖണ്ഡമാണ്, പകുതി കൽപ്പം സത്യഖണ്ഡമാണ്. ഇപ്പോഴാണെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ സമയത്ത് എല്ലാവരും നരകവാസിയാണ്.
പിന്നെ സ്വർഗവാസിയാകുന്നതും ഭാരതവാസികൾ തന്നെയാണ്. മനുഷ്യർ എത്ര വേദം, ശാസ്ത്രം, ഉപനിഷത്ത് തുടങ്ങിയവ പഠിക്കുന്നു. ഇതിലൂടെ മുക്തി നേടുമോ? ഇറങ്ങുക തന്നെ വേണം. ഓരോ വസ്തുവും സതോ രജോ തമോയിൽ തീർച്ചയായും വരുന്നു. ന്യൂ വേൾഡ് എന്ന് ഏതിനെയാണ് പറയുന്നത്? ആർക്കും ഈ ജ്ഞാനമില്ല. ഇത് ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ദേവി ദേവതാ ധർമ്മം എപ്പോൾ ആര് സ്ഥാപിച്ചു? ഭാരതവാസികൾക്ക് ഒന്നും അറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ജ്ഞാനത്തിൽ എത്ര തന്നെ നല്ലതായിരുന്നാലും യോഗത്തിൽ പല കുട്ടികളും പാസ്സാകാത്തവരാണ്. യോഗമില്ലെങ്കിൽ വികർമ്മം വിനാശമാവുകയില്ല, ഉയർന്ന പദവി നേടുകയില്ല. ആരാണോ യോഗത്തിൽ ലഹരി പിടിച്ചിരിക്കുന്നത് അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. അവരുടെ കർമ്മേന്ദ്രിയങ്ങൾ തീർത്തും ശീതളമാകുന്നു. ദേഹസഹിതം സർവ്വതും മറന്ന് ദേഹി അഭിമാനിയായി മാറുന്നു. നമ്മൾ അശരീരിയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും മനസ്സിലാക്കൂ, ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. ജ്ഞാനം ലഭിച്ചു. ഏതുപോലെ ബാബയിൽ ജ്ഞാനമുണ്ട്. ആ ഒന്നിന് ആരെയും ഓർമ്മിക്കേണ്ടതില്ല. ഓർമ്മിക്കേണ്ടത് കുട്ടികളായ നിങ്ങൾക്കാണ്. ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. യോഗത്തിൻ്റെ സാഗരം എന്ന് പറയുകയില്ലല്ലോ. ചക്രത്തിൻ്റെ നോളജ് കേൾപ്പിക്കുന്നു. തൻ്റെയും പരിചയം നൽകുന്നു. ഓർമ്മയെ ജ്ഞാനം എന്ന് പറയുകയില്ല. ഓർമ്മ കുട്ടികൾക്ക് സ്വയമേ വരുന്നു. ഓർമ്മിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? പിതാവാണ്. അപ്പോൾ സമ്പത്ത് തീർച്ചയായും ലഭിക്കുന്നു. ബാക്കിയുള്ളത് നോളജാണ്. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു? തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനവും സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനവും എങ്ങനെയാകുന്നു? ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ബാബയുടെ ഓർമ്മയിലൂടെ സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ആത്മീയ കുട്ടികളായ നിങ്ങൾ ആത്മീയ പിതാവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ആ ഒന്നിന് ശരീരത്തിൻ്റെ ആധാരം ആവശ്യമാണല്ലോ. പറയുന്നു, ഞാൻ വൃദ്ധ ശരീരത്തിൽ പ്രവേശിക്കുന്നു. വാനപ്രസ്ഥ അവസ്ഥയുമാണ്. ഇപ്പോൾ ബാബ വരുന്നു. അപ്പോൾ മുഴുവൻ സൃഷ്ടിയുടെയും മംഗളമുണ്ടാകുന്നു. ഇതാണ് ഭാഗ്യശാലി രഥം. ഇതിലൂടെ എത്ര സർവീസ് നടക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിക്കുന്നതിനായി ഓർമ്മ ആവശ്യമാണ്. ഇതിൽ ജ്ഞാനത്തിൻ്റെ കാര്യമില്ല. കൂടുതൽ ഓർമ്മയാണ് പഠിപ്പിക്കേണ്ടത്. ജ്ഞാനം സഹജമാണ്. ചെറിയ കുട്ടിക്കും കേൾപ്പിക്കാൻ സാധിക്കും. ബാക്കി ഓർമ്മയിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഒന്നിൻ്റെ തന്നെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇതിനെ അവ്യഭിചാരി ഓർമ്മ എന്ന് പറയുന്നു. ആരുടെയെങ്കിലും ശരീരത്തെ ഓർമ്മിക്കുക എന്നത് വ്യഭിചാരി ഓർമ്മയാണ്. ഓർമ്മയിലൂടെ സർവ്വതിനെയും മറന്ന് അശരീരി ആകണം. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ശീതളവും ശാന്തവും ആക്കണം. ഫുൾ പാസ് ആകുന്നതിനു വേണ്ടി യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിച്ച് പാവനമാകണം. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, ഇപ്പോൾ നമ്മൾ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് പോകും. ഏതുപോലെ ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ടോ അതേപോലെ മാസ്റ്റർ ജ്ഞാനസാഗരം ആകണം. വരദാനം: കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ ശ്രേഷ്ഠ സ്ഥിതിയുടെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സദാ സമ്പന്നരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ശിവശക്തിയുടെ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ ഇരിക്കുന്നതിലൂടെ ഓരോ അസംഭവ്യമായ കാര്യവും സംഭവ്യമാകുന്നു. ഇത് തന്നെയാണ് സർവശ്രേഷ്ഠ സ്വരൂപം.
ഈ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ സമ്പന്നമായി ഭവിക്കട്ടെ എന്ന വരദാനം ലഭിക്കുന്നു. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും സദാ സുഖദായി സ്ഥിതിയുടെ സീറ്റ് നൽകുന്നു. സദാ ഈ സീറ്റിൽ സെറ്റായിരിക്കൂ. അപ്പോൾ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും. കേവലം വിസ്മൃതിയുടെ സംസ്കാരം സമാപ്തമാക്കൂ. സ്ലോഗൻ: പവർഫുൾ വൃത്തിയിലൂടെ ആത്മാക്കളെ യോഗിയും ആക്കൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകമതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായിരിക്കുമ്പോഴാണ്. ഭിന്നതയെ ഉൾക്കൊള്ളൂ. അപ്പോൾ പരസ്പരം ഏകതയിലൂടെ സമീപം വരും. സർവരുടെയും മുന്നിൽ ഉദാഹരണ രൂപം ആവുകയും ചെയ്യും. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വിശേഷതയാണ് അനേകർ ഉണ്ടായിരിക്കുമ്പോഴും ഒന്നാണ്. ഈ ഏകതയുടെ വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും ഏക ധർമ്മത്തിൻ്റെയും ഏക രാജ്യത്തിൻ്റെയും സ്ഥാപനമുണ്ടാക്കും. അതിനാൽ വിശേഷ അറ്റൻഷൻ നൽകി ഭിന്നതയെ ഇല്ലാതാക്കി ഏകത കൊണ്ടുവരണം. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ്ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ്ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് 1 സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു.
മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു.